ദേശീയ തലത്തില് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി അംഗീകാരം ലഭിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അതിനുള്ള ജനപിന്തുണ ആ രാഹുൽ ഗാന്ധിക്ക് ഉള്ളതുകൊണ്ടാണ് പാർലമെന്റിൽ അദ്ദേഹം BJP-യെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. അതറിയാവുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അത് ഒരു കുട്ടിയും ഇവിടെ വിശ്വസിക്കാനും പോകുന്നില്ല, ഒരു ഇഫക്റ്റും ഇല്ലാത്ത ഒരു പ്രചരണം ആണത്. BJP-യുടെ ഇന്ത്യ രാജ്യത്തെ ഇന്ന് മതേതര ഇന്ത്യയുടെ വക്താവായി പ്രതിരോധിക്കുന്നതിൽ നമ്പർ 1 രാഹുൽ ഗാന്ധിയാണ്. അത് കഴിഞ്ഞിട്ടേ ആരെങ്കിലും ഉള്ളൂ. ആർക്കും അത് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒളിക്കാനും മറക്കാനും ചിലത് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെടുത്ത അടവ്, ഈ തെരഞ്ഞെടുപ്പത്തിലെ അടവ് വളരെയധികം പാളിപ്പോയി എന്ന് മനസ്സിലായിട്ടുണ്ട്. BJP ആയിട്ട് പല മണ്ഡലങ്ങളിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം വന്നത്. അതുകൊണ്ട് അത് മറക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രചരണമാണ്. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.